തിരഞ്ഞെടുപ്പ് ചെറുപുഴയിൽ ധാർമ്മികതയും അധാർമികതയും തമ്മിലുള്ള പോരാട്ടമെന്ന് LDF. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് ബൈ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ചെറുപുഴ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വികസന നേട്ടങ്ങൾ വിലയിരുത്തിയാണ് ജനം വോട്ട് ചെയ്യുകയെന്നും ധാർമ്മികതയും അധാർമികതയും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നും LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 10ാം വാർഡിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി റോഷി ജോസ് ഇപ്പോഴും കേസിലെ പ്രതി തന്നെയാണെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് ധാർമ്മികത കാണിച്ചിട്ടില്ലെന്നും വികാരപരമായ സമീപനം കാട്ടി ജനങ്ങളെ പറ്റിക്കാനാണ് UDF സ്ഥാനാർത്ഥിയും കൂട്ടരും ശ്രമിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയ്ക്ക് ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വളരെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വീടുൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സർക്കാരിൻ്റെ സഹായത്തോടെ ചെയ്തത് മുതൽ ഇടത്തരക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന റോഡ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളും നല്ല നിലയ്ക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഉറപ്പാണ് LDF തുടരും വികസനം എന്നത്. എന്നാൽ UDFനെ സംബന്ധിച്ച് അതല്ല. അതിൽ 10ാം വാർഡിൽ നോമിനേഷൻ കൊടുത്തപ്പോൾ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജോയ്സ് പുത്തമ്പരയാണ് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തത്. ഡെമ്പി സ്ഥാനാർത്ഥിയായിട്ട് മറ്റൊരാൾ ഉണ്ടായിരുന്നതായി. എന്നാൽ UDFൻ്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ടീമിൻ്റെ അപ്പുറത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ആളാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം നോമിനേഷൻ പൂരിപ്പിച്ചപ്പോൾ അദ്ദേഹമല്ല എല്ലാവരും സത്യസന്ധമായിട്ട് മാത്രമേ നോമിനേഷൻ അതിനകത്ത് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ സത്യസന്ധമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഏതെങ്കിലും കാര്യത്തിലെങ്കിലും സത്യസന്ധത കാണിക്കണ്ടേ. അതിൽ സത്യസന്ധമായി എഴുതിയപ്പോൾ അദ്ദേഹം പോക്സോ കേസിലെ പ്രതിയാണ്. പോക്സോ കേസിലെ പ്രതി സ്വന്തം സ്കൂളിലെ വിദ്യാർത്ഥിനിയെയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. അത് സംബന്ധിച്ച് കാസർഗോഡ് ജില്ലയിലെ കോടതി, കീഴ്ക്കോടതി ആ കുറ്റവിമുക്തരാക്കി വെറുതെ. സ്വാഭാവികമായിട്ടും സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീലിന് പോവുകയാണ്. ഇതിൽ ചില വസ്തുതകളുണ്ട് എന്ന് ബോധ്യം വരുമ്പോഴാണല്ലോ സർക്കാർ അപ്പീലിലേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ ആ കുട്ടിയുടെ വീട്ടുകാർ അപ്പീലിന് പോവുകയാണ്. 2 അപ്പീൽ കേസുകൾ ഹൈക്കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതകളെ അവരോട് അപമര്യാദയായി പെരുമാറുക, മോശമായി നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുക, ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം വന്നപ്പോൾ അവരും പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് പോലീസ് കേസ് ചാർജ് ചെയ്തു. പോലീസ് കേസ് ചാർജ് ചെയ്ത് കോടതിയിലേക്ക് അയച്ചപ്പോൾ ആ കേസ് സ്ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ അദ്ദേഹം സമീപിച്ചു. അതിനെതിരായി സ്ക്വാഷ് ചെയ്യാൻ വേണ്ടി പാടില്ല, ഞങ്ങളെയും കൂടെ കേൾക്കണം എന്ന നിലയ്ക്ക് വനിതകൾ ഹൈക്കോടതിയിൽ ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ 3 കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ UDFൻ്റെ നേതൃത്വം, കോൺഗ്രസിൻ്റെ നേതൃത്വം അല്പമെങ്കിലും ധാർമ്മികതയോടെയുള്ള ഒരു നിലപാട് സ്വീകരിക്കണം. പോക്സോ കേസിൽ കുറ്റാരോപിതനായിട്ടുള്ള ഒരാൾ ഹൈക്കോടതിയിൽ കേസ് വിചാരണയ്ക്ക് നിൽക്കുന്ന ഒരു ഘട്ടം ധാർമ്മികതയുണ്ടെങ്കിൽ പോക്സോ കേസിലെ പ്രതിയായിട്ടുള്ളയാളെ മത്സരരംഗത്ത് ഇറക്കും. കഴിഞ്ഞ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കാലത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ജനങ്ങൾ ബോധ്യം ഉണ്ടാവുമെന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർക്കും ബോധ്യം ഉണ്ടാവുമല്ലോ, UDFകാർക്കും ബോധ്യം ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു നില ഇനി ചെറുപുഴ പഞ്ചായത്തിൽ ആവർത്തിക്കാൻ പാടില്ല എന്ന മിനിമം മനോഭാവമെങ്കിലും അവർ പ്രകടിപ്പിക്കേണ്ടതായിരുന്നില്ലേ. അപ്പോൾ ഇത് സംബന്ധിച്ചെല്ലാം കോൺഗ്രസും UDF നേതൃത്വം ഒക്കെയാണ് വ്യക്തമാക്കേണ്ടത്. 10ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ധാർമ്മികതയും അധാർമികതയും തമ്മിലുള്ള മത്സരമാണ്. സത്യവും അസത്യവും തമ്മിലുള്ള മത്സരമാണ്. അതോടൊപ്പം തന്നെ ഒരു ഇത്തരത്തിലുള്ള 2 ആളുകൾ മത്സരിക്കാമെന്ന് പറയുമ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ നല്ല നിലയ്ക്ക് തന്നെ വിലയിരുത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തെ ജനങ്ങൾ വികസനത്തിൽ ദാഹിക്കുന്നവരാണ്. ആര് ജയിച്ചാലാണ് വികസനം നടക്കുക ഫലപ്രദമായി?
എന്ന് ചിന്തിക്കുന്ന ജനങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഈ അധാർമികതയ്ക്ക് കൂട്ടുനിൽക്കും എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. ആ വാർഡ് മാത്രമല്ല, ഈ പഞ്ചായത്തിലാകെ അതൊരു പ്രധാനപ്പെട്ട ചർച്ചയാകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വസ്തുത അറിയാത്ത ഒരു മാതാവ്, ആ മാതാവ് കരയാം, സ്വാഭാവികമായിട്ടും അവർക്ക് വേദനയുണ്ടാവും. ഒരു മകൻ ഇത്തരത്തിലെല്ലാം പെട്ടുപോകുമ്പോൾ അമ്മയ്ക്കുണ്ടാവുന്ന ദുഃഖം സഹിക്കാൻ പറ്റുന്ന ഒന്നുമല്ല. എന്നാൽ ഈ പീഡനത്തിന് ഇരയായിട്ടുള്ള കുട്ടിയുടെയും കുട്ടിയുടെ മാതാപിതാക്കളുടെയും കണ്ണുനീരിന് ഒരു വിലയുമില്ല. അവരുടെ കണ്ണുനീരിനല്ലേ വില കൽപ്പിക്കേണ്ടത്? ഇതല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ എടുക്കേണ്ട വിഷയം, ചർച്ച ചെയ്യേണ്ട വിഷയം. അതുകൊണ്ട് ധാർമ്മികത എന്ന് പറയുന്ന ഒന്ന് കൈമോശം വരാൻ പാടില്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ധാർമ്മികതയെ മുൻനിർത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം കൂടിയാണ് ഞങ്ങൾ ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ചെറുപുഴ AV സ്മാരക ഹാളിൽ നടന്ന മാധ്യമയോഗത്തിൽ CPM നേതാക്കളായ KD അഗസ്റ്റിൻ, KM ഷാജി, K അഭിജിത്ത്, കേരള കോൺഗ്രസ് നേതാവ് ഡെന്നി കാവാലം, CPI നേതാവ് KR ചന്ദ്രകാന്ത് എന്നിവർ പങ്കെടുത്തു. ജോയിസിയാറിൻ്റെ പിതാവ് പുത്തമ്പര ദേവസ്യാറിനോടുമൊക്കെ ആദരവ് കാണിക്കുകയും അവർ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളോട്, ഈ മലയോരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളോട് സഹകരിക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ് LDFിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. അത് അങ്ങനെ തുടർന്നു പോയതിൻ്റെ കാര്യം, എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ പോലും അവർ ഉയർത്തിപ്പിടിച്ച ധാർമ്മികതയുടെയും അവർ ഉയർത്തിപ്പിടിച്ച വികസന കാഴ്ചപ്പാടുമാണ്. ആ 10ാം വാർഡിലെ കോഴിച്ചാത്താവൂർ റോഡെന്നൊക്കെ പറഞ്ഞ റോഡൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ അതിന് എന്തെല്ലാം പ്രതിസന്ധി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ റോഡെല്ലാം ഗതാഗത യോഗ്യമാക്കി ആ മലയോര മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വികസനത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരാളെയാണ് ഞങ്ങൾ 10ാം വാർഡിൽ മത്സരിപ്പിക്കുന്നത്. തീർച്ചയായത്തിൻ്റെ ഒരു ദേവിലെ അഭ്യർത്ഥന ഞാൻ വായിച്ചു. അഭ്യർത്ഥനയ്ക്ക് അത് പറയുന്നത് LDF നേതൃത്വത്തിൻ്റെ ഭരണസമിതിയുടെ വികസന മുരടിപ്പിനും അഴിമതിക്കും എതിരായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അത് നല്ല കാര്യമാണ്, അതിന് കുഴപ്പമുള്ള കാര്യമില്ല. ഞങ്ങളും പറയുന്നത് ആ വികസനം തന്നെ ചർച്ച ചെയ്യപ്പെടണമെന്നാണ്. റോഷി ജോസ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ജമീല കോളേജ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഉള്ള അവസ്ഥയല്ല ചെറുപുഴ പഞ്ചായത്തിലെ ഇന്നത്തെ സാഹചര്യം. നിങ്ങൾ ആര് മാധ്യമപ്രവർത്തകരും വിലയിരുത്തിയിട്ട് എവിടെ പോയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ചർച്ച ചെയ്യണം, എന്ത് ചർച്ച ചെയ്യണ്ട എന്നത് സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ധാരണയുണ്ട്. അതിനെ വഴിതിരിച്ചു വിടാനുള്ള പരിശ്രമങ്ങൾ UDFിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് തുടക്കം മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അന്ന് സൂചിപ്പിക്കേണ്ടത്. അന്ന് കോൺഗ്രസിൻ്റെ വലിയ നേതാവ് വന്ന് ഇവിടെ നടത്തിയ പ്രസംഗങ്ങളൊക്കെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രമേ ഈ വിവാദങ്ങളെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ വിവാദങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. മേഖലയിലും ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഹൃദയത്തിലേറ്റി എന്ന് തന്നെ, അത് വാക്കുകളിലല്ല, അവരുടെ സ്നേഹപ്രകടനങ്ങളിലും അവരുമായി സംവദിക്കുമ്പോഴും ഇടതുപക്ഷം തന്നെയാണ് ചെറുപുഴയ്ക്ക് നല്ലത് എന്ന് അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, സീറ്റ് ചർച്ചയും സ്ഥാനാർത്ഥി നിർണയവും ഇത്ര വേഗം ചെറുപുഴയിൽ പൂർത്തീകരിച്ച ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതുന്നില്ല. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ കേരള കോൺഗ്രസ് പാർട്ടി UDFിൽ നിന്ന സമയത്ത് അന്ന് നടന്ന സീറ്റ് ചർച്ചയും സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ ഓർക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പേരിട്ട് ഇന്ന് ഈ ചെറുപുഴയിൽ മത്സരിക്കുന്ന UDFിന്റെ ഇന്നത്തെ അവസ്ഥയെ ഓർത്ത് പരിതാപകരമെന്നേ പറയാനും. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.